പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും മനമറിയും പരമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. മനമറിയും പരമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. നേടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. നേടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 53-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ തീരുമാനിച്ച ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ വചന ധ്യാനം. മൂഢൻ എന്നത് ദൈവത്തിൻ്റെ അധികാരത്തെ നിരസിക്കുകയും സ്വന്തം വഴിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തെ മറന്ന ജീവിതം ആത്മീയ അന്ധകാരത്തിലേക്ക് നയിക്കും. ദൈവത്തെ അംഗീകരിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ജീവിതമാണ് യഥാർത്ഥ ജ്ഞാനമുള്ള ജീവിതം. ദൈവത്തെ നിരസിക്കുന്നതിൻ്റെ ഫലം ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. പാപം ഒരിക്കലും ഒറ്റയ്ക്ക് വരികയില്ല. അത് മനുഷ്യൻ്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ക്രമേണ നശിപ്പിക്കും. ഇന്നത്തെ വചനം നമ്മെ നിരാശപ്പെടുത്തുവാനുള്ളതല്ല, ദൈവകൃപയുടെ ആവശ്യം തിരിച്ചറിയുവാനുള്ളതാണ്. എല്ലാവരും പാപികളാകുന്നുവെന്നും എല്ലാവർക്കും രക്ഷകനായ യേശുവിനെ ആവശ്യമുണ്ടെന്നും ദൈവത്തെ അംഗീകരിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്നും ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ച് ദൈവവചനത്തിൽ ദിനംപ്രതി വളർന്ന് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി സത്യവും വിശുദ്ധിയും നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളായി ദൈവസാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഈ നാളുകൾ നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന എല്ലാ ചിന്തകളിൽ നിന്നും ഈ നാളുകളിൽ എന്നെ വിടുവിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.